നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃത്താല കൂടല്ലൂരിലെ 40ഓളം കുടുംബങ്ങൾ സിപിഎം വിട്ട് സിപിഐയിലേക്ക്. സിപിഎം കൂടല്ലൂർ ലോക്കൽ കമ്മിറ്റിയും അതിന് നേതൃത്വം നൽകുന്ന ചില സങ്കുചിത മനസ്സുള്ള നേതാക്കളും നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് പാർട്ടി വിട്ടവർ. സംഘടനാവിരുദ്ധ പ്രവർത്തനത്തിനെതിരെ സിപിഎമ്മിന്റെ വിവിധ കമ്മിറ്റികൾക്ക് തങ്ങൾ പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്നും പാർട്ടി വിട്ടവർ. ഷൊർണൂരിൽ വൻ കവർച്ച. മാരിയമ്മൻ ക്ഷേത്രത്തിന് സമീപം അജിത്തിന്റെ വീട്ടിൽ നിന്നും മോഷണം പോയത് 16.5 പവൻ സ്വർണവും 10,000 രൂപയും. ഷൊർണൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒറ്റപ്പാലം നഗരസഭയിൽ അമൃത് പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടാനായി പൊളിച്ച റോഡുകൾ ജൂൺ 1 പൂർവ്വസ്ഥിതിയിലാക്കാൻ തീരുമാനം കൈക്കൊണ്ടത് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിൽ. അമൃത് പദ്ധതി പ്രകാരം 10.48 കോടി രൂപ ചെലവിട്ടാണ് പ്രവൃത്തി. ജല അതോറിറ്റിയുടെ അനാസ്ഥ. റോഡിലെ കുഴിയിൽ വീണുള്ള മരണത്തിന് ജില്ലയിൽ ഒരു ഇര കൂടി. ജല അതോറിറ്റിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. വേനൽമഴ കഴിഞ്ഞതോടെ ഒന്നാം വിളയിറക്കാനൊരുങ്ങി മങ്കര പഞ്ചായത്തിലെ മാങ്കുറിശി അരയൻകുന്ന് പാടശേഖരത്തിലെ കർഷകർ. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ. തൃശൂരിൽ 5 വയസ്സുകാരന് മരുന്ന് മാറി നൽകിയെന്ന പരാതിയിൽ ഡെപ്യൂട്ടി ഡിഎംഒയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. പരാതി വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഫാർമസിസ്റ്റിനെതിരെ. അന്വേഷണം കുട്ടിയുടെ പിതാവ് നൽകിയ പരാതിയിന്മേൽ. സംസ്ഥാനം ഭിന്നശേഷി സൌഹൃദം എന്ന് പറയുമ്പോഴും അത് പേരിൽ മാത്രം ഒതുങ്ങിയതായി ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ. വീൽചെയറുകളിലും കട്ടിലുകളിലുമായി ജീവിതം തളയ്ക്കപ്പെട്ട 10,000-കണക്കിന് ആളുകളുടെ ഉന്നമനമാണ് ലക്ഷ്യമെന്ന് AKWRF. സംഘടനയുടെ 4ാം സംസ്ഥാന സമ്മേളനം ശനിയാഴ്ച പട്ടാമ്പിയിൽ നടക്കും. സംഘടനാ കാര്യങ്ങളും നിലവിലെ പ്രശ്നങ്ങളും സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. തൃത്താല കൂടല്ലൂരിലെ 40ഓളം കുടുംബങ്ങൾ സിപിഎം വിട്ട് സിപിഐയിൽ ചേരാൻ തീരുമാനിച്ചു. സിപിഎം കൂടല്ലൂർ ലോക്കൽ കമ്മിറ്റിയും അതിന് നേതൃത്വം കൊടുക്കുന്ന ചില സങ്കുചിത മനസ്സുള്ള നേതാക്കളും നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ചാണ് സിപിഎമ്മിൽ നിന്നും രാജിവെച്ചതെന്ന് പ്രവർത്തകർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 19 ഞായറാഴ്ച പൊതുസമ്മേളനവും നടക്കുമെന്നും പ്രവർത്തകർ പറഞ്ഞു. സിപിഎം കൂടല്ലൂർ ലോക്കൽ കമ്മിറ്റിയും അതിന് നേതൃത്വം കൊടുക്കുന്ന ചില സങ്കുചിത മനസ്സുള്ള നേതാക്കളും കഴിഞ്ഞ 2 വർഷത്തിലേറെയായി നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനാവിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ടാണ് മലമക്കാവിലെയും കൂടല്ലൂരിലെയും സിപിഎം നേതാക്കളും പാർട്ടി അംഗങ്ങളും പ്രവർത്തകരും അടങ്ങുന്ന 40ഓളം കുടുംബങ്ങൾ സിപിഎം വിട്ട് സിപിഐയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. സിപിഎമ്മിനെ ദുർബലപ്പെടുത്താൻ വ്യക്തി കേന്ദ്രീകൃതമായ വിഭാഗീയ പ്രവർത്തനങ്ങളും സ്വാർത്ഥ താൽപര്യങ്ങളും ബ്രാഞ്ച് തലം മുതൽ ഉണ്ടായതിന്റെ വ്യക്തമായ തെളിവാണ് കഴിഞ്ഞ കൂടല്ലൂർ ലോക്കൽ സമ്മേളനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിനും ഇതിൽ LC അംഗങ്ങളാകാൻ അർഹതയുള്ള നിരവധി മുതിർന്ന പ്രവർത്തകരെ മാറ്റി നിർത്തിയെന്നും പ്രവർത്തകർ ആരോപിച്ചു. വിഭാഗീയ പ്രവർത്തനത്തിലൂടെ അടുത്ത കാലത്ത് സിപിഎമ്മിലേക്ക് കടന്നുവന്നവരെ ഉൾപ്പെടെയുള്ള ദുർബലരായവരെ മാത്രം കമ്മിറ്റിയിലെടുത്തെന്നും ഇതിലൂടെ നിലവിലുള്ളവരെ മാറ്റി നിർത്താനാണ് നേതാക്കൾ ആഗ്രഹിക്കുമെന്നും പാർട്ടി വിട്ട നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കൂടല്ലൂർ ലോക്കൽ കമ്മിറ്റി അതിർത്തിയിലുള്ള വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയുമായി ചേർന്ന് പലവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നെന്നും എതിരാളികളുമായി പരസ്യബന്ധം സ്ഥാപിക്കാൻ മടി കാണിക്കാത്ത നേതാക്കൾ വർഷങ്ങളായി ഒപ്പം നിന്നവരെ മാറ്റി നിർത്തുകയാണ് ചെയ്തതെന്നും ആരോപിച്ചു. ഇത്തരത്തിൽ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ട് സിപിഎമ്മിന്റെ വിവിധ കമ്മിറ്റികൾക്ക് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്നും ഇത്തരത്തിലുള്ള നിലപാടുകൾ പ്രതിഷേധിച്ചുകൊണ്ടാണ് സിപിഎം വിട്ട് സിപിഐയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്നും പാർട്ടി വിട്ടവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൂടല്ലൂർ ലോക്കൽ കമ്മിറ്റിയും അതിനോട് നേതൃത്വം കൊടുക്കുന്ന ചില സാങ്കേതിക മനസ്സിലെ നേതാക്കളും കഴിഞ്ഞ 2 വർഷക്കാലമായി വേറെ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് മലമക്കാവിലെയും കൂടല്ലൂരിലെയും ഉൾപ്പെടുന്ന സിപിഎം നേതാക്കളും പാർട്ടി അംഗങ്ങളും പ്രവർത്തകർ അടങ്ങുന്ന കുടുംബങ്ങൾ ഉൾപ്പെടുന്നവർ സിപിഐ വിട്ട് സിപിഐ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം സിപിഎമ്മിനെ ദുർബലപ്പെടുത്താൻ വ്യക്തികേന്ദ്രമായ വിഭാഗീയ പ്രവർത്തനങ്ങളും സ്വാർത്ഥ താൽപര്യങ്ങളും ബ്രാഞ്ച് തലം മുതൽ ഉണ്ടായതിൻ്റെ വ്യക്തമായ തെളിവാണ് കഴിഞ്ഞ കൂടല്ലൂർ ലോക്കൽ സമ്മേളനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ്. സിപിഎം കൂടല്ലൂർ ലോക്കൽ സമ്മേളനത്തിൽ വെച്ച് LC അംഗങ്ങളാകാൻ അർഹതയുള്ള നിരവധി മുതിർന്ന പ്രവർത്തകരെ മാറ്റി നിർത്തുകയും വിഭാഗീയതയുടെ പ്രവർത്തനം നടത്തി മാത്രം ജീവിക്കുന്ന അടുത്ത കാലത്ത് മാത്രം സിപിഎമ്മിലേക്ക് കടന്നുവരാൻ ഉൾപ്പെടെയുള്ള ദുർബലരായ മാത്രം അകറ്റി കമ്മിറ്റിയിലേക്ക് സിപിഎമ്മിലേക്ക് കടന്നു വരികയും ഉൾപ്പെടുകയുണ്ടായി. ദുർബലരായവരെ മാത്രം കമ്മിറ്റിയിലേക്ക് എടുക്കുകയും ചെയ്തത് നിലവിലുള്ളവരെ മാറ്റി നിർത്താനും ഒരു അനുഭവ സമ്പത്തുമില്ലാത്ത ഇത്തരം LC നേതാക്കൾ ആഗ്രഹിക്കുന്നതാണ്. കൂടല്ലൂർ ഇതുമായി ബന്ധപ്പെട്ട് മെയ് 19 കൂട്ടക്കടയിൽ വെച്ച് വൈകിട്ട് 5 മണിക്ക് പൊതുയോഗം നടക്കുമെന്നും സിപിഐ ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് ഉദ്ഘാടനം ചെയ്യുമെന്നും പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സുരേഷ് മലമക്കാവ്, VK മണികണ്ഠൻ, OV ഭാസ്കരൻ, KP ബാലൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂരിൽ വൻ കവർച്ച.
അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 16.5 പവൻ സ്വർണ്ണാഭരണങ്ങളും 10,000 രൂപയുമാണ് മോഷണം പോയത്. മോഷണം നടന്നത് ഷൊർണൂർ മുതലിയാർ തെരുവ് മാരിയമ്മൻ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന അജിത്തിന്റെ വീട്ടിൽ നിന്ന്. ഷൊർണൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അജിത്തിന്റെ വീടിന്റെ മുൻവശത്തെ വാതിലിന് സമീപത്തുള്ള ജനാലയിലൂടെ കൈയിട്ടാവണം മോഷ്ടാവ് മുൻവാതിൽ തുറന്നിട്ടുണ്ടാവുക എന്നതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മോഷണം നടന്ന ദിവസം അജിത്തിന്റെ അമ്മയും ഭാര്യയും കുട്ടികളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അവർ കിടന്നിരുന്ന മുറിയിലല്ല മോഷ്ടിക്കപ്പെട്ട അലമാരയുണ്ടായിരുന്നത് എന്നതിനാൽ രാവിലെ അജിത്തിന്റെ അമ്മ എഴുന്നേറ്റപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. 6 മണിക്ക് എനിക്ക് ഫോൺ വന്നു. ഇവിടെ വാതിൽ തുറന്നു കിടക്കണു, അലമാറിയിൽ നിന്ന് എല്ലാ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്നു, എല്ലാം കള്ളം കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഓടി വന്നത്. എൻ്റെ ഏട്ടൻ്റെ വീടുമാണത്. അപ്പോൾ ഓടി വന്ന് നോക്കുമ്പോൾ മൊത്തത്തിലെല്ലാം 4 അലമാറിയിൽ നിന്ന് എല്ലാം വലിച്ചു വാരിയിട്ടിരുന്നു. ഇവരാണെങ്കിൽ ഉള്ളിൽ റൂമിൽ കുറ്റിയിട്ട് കിടന്നത് കൊണ്ട് ആളപായം ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ 10,000 രൂപയും 16.5 പവനോളം സ്വർണ്ണവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഷൊർണൂർ പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. പോലീസിനു പുറമെ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും വീട്ടിലെത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു. മോഷണം നടന്ന അജിത്തിന്റെ വീടിന് മുൻവശത്തെ സുജിത്തിന്റെ വീട്ടിലും മോഷണശ്രമം നടന്നിട്ടുണ്ട്. സുജിത്ത് ഉണർന്നതിനെ തുടർന്ന് മോഷ്ടാവ് ഓടിമറയുകയായിരുന്നു. ഷൊർണൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മോഷ്ടാവിൻ്റേതെന്ന് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. അമൃത് പദ്ധതിയുടെ ഭാഗമായി ഒറ്റപ്പാലം നഗരസഭാ പ്രദേശങ്ങളിൽ പൈപ്പിടാനായി പൊളിച്ച റോഡുകൾ ജൂൺ 1 മുൻപ് പൂർവ്വസ്ഥിതിയിലാക്കാൻ തീരുമാനം. ഇതു സംബന്ധിച്ച് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനമെടുത്തത്. നിലവിൽ പദ്ധതി ഏറ്റെടുത്ത ഒരു കരാറുകാരൻ റോഡുകൾ കീറിമുറിച്ച് പൈപ്പിട്ട് മണ്ണിട്ട് പോകുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് വാഹനങ്ങൾ പോകുന്നതിനും കാൽനടക്കാർക്കും വളരെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഒറ്റപ്പാലം നഗരസഭയിലെ നിരവധി റോഡുകളാണ് ഇങ്ങനെ പൈപ്പിട്ട് മൂടിപ്പോയിരിക്കുന്നത്. കരാറുകാരനോട് ജനപ്രതിനിധികളും ജനങ്ങളും നിരവധി തവണ പറഞ്ഞിട്ടും കേൾക്കാത്തതിനെ തുടർന്നാണ് നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി വാട്ടർ അതോറിറ്റി അധികൃതരെയും കരാറുകാരെയും വിളിച്ചു വരുത്തിയത്. കരാർ ഏറ്റെടുത്ത കരാറുകാരൻ സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തിയാക്കണം. പൈപ്പിടാൻ പൊളിച്ച റോഡുകൾ മഴക്കാലത്തിനും സ്കൂൾ തുറക്കുന്നതിന് മുൻപ് ടാറിംഗ് നടത്തിയിട്ടോ കോൺക്രീറ്റ് ചെയ്തോ പൂർവ്വസ്ഥിതിയിലാക്കണം. അല്ലാത്ത പക്ഷം നഗരസഭ പണം നൽകേണ്ടതില്ലെന്ന് യോഗത്തിൽ തീരുമാനിച്ചു. പൈപ്പിടാൻ വേണ്ടി പൊളിച്ച റോഡുകളിൽ അപകടം വന്നാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അത് ഏറ്റെടുത്ത കരാറുകാരനായിരിക്കുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് പറഞ്ഞു. അമൃത് പദ്ധതി പ്രകാരം 10.48 കോടി രൂപ ചെലവിട്ടാണ് പ്രവൃത്തി. ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്ക് അന്ന് തയ്യാറല്ല. കരാറുകാർ എന്ന നിലയ്ക്ക് ഏറ്റെടുത്ത പ്രവർത്തനം അത് സമയബന്ധിതമായി പൂർത്തിയാക്കുകയും ഏതെല്ലാം മേഖലകളിലാണ് തങ്ങളെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ തങ്ങൾ കരാറെടുത്തിട്ടുള്ളത് ആ കരാറെടുത്ത പ്രവർത്തനം സിസ്റ്റമാറ്റിക്കായി കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. ആകെ അങ്ങ് പൊളിച്ചിടുക, ആ പൈപ്പ് അങ്ങിട്ട് പോവുക, പിന്നീട് കണക്ഷൻ കൊടുക്കാം, പിന്നീട് വന്ന് കുളിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു വർക്ക് നടക്കില്ല. മാത്രമല്ല ഇവിടെ എം ഇ കൃത്യമായിട്ട് പറയും, ഈ പൊളിച്ച റോഡ് റിപ്പയർ ചെയ്യാൻ, നവീകരിക്കാൻ അതിന് കുറെ സമയമുണ്ട്. ഞങ്ങൾക്ക് കരാറ് 1 കൊല്ലം കാലാവധി ഉണ്ട് എന്ന് പറഞ്ഞാൽ പണിയെല്ലാം തീർത്തതിന് ശേഷം അടുത്ത കൊല്ലം അവസാനിക്കുന്ന സമയത്ത് എഗ്രിമെന്റ് പീരീഡ് കഴിയുന്ന സമയത്ത് വന്ന് റീടാർ ചെയ്ത് അല്ലെങ്കിൽ ഗതാഗത യോഗ്യമാക്കി പോകാം എന്നതാണ് കാഴ്ചപ്പാടെങ്കിൽ ഈ നഗരസഭാ പ്രദേശത്തെ നഗരസഭകളുടെ റോഡിന്റെ ഉത്തരവാദിത്വം ആ കരാറുകാർ ഏറ്റെടുക്കപ്പെട്ടു. നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷയായി. വൈസ് ചെയർമാൻ കെ രാജേഷ്, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ കെ അബ്ദുൽ നാസർ, ടി ലത, ഫൗസിയ ഹനീഫ, പി മായ, വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ടി നാസർ, നഗരസഭാ മുനിസിപ്പൽ എഞ്ചിനീയർ ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. റോഡിലെ കുഴിയിൽ വീണുള്ള മരണത്തിന് ജില്ലയിൽ ഒരു ഇര കൂടി. പാലക്കാട് പറക്കുന്നത്ത് വാട്ടർ അതോറിറ്റി കുഴിച്ച കുഴിയിൽ വീണാണ് കഴിഞ്ഞ ദിവസം 65-കാരൻ മരിച്ചത്. ജല അതോറിറ്റിയുടെ അലംഭാവമാണ് ഒരു ജീവൻ കൂടി പൊലിയാൻ ഇടയാക്കിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു. റോഡ് വെട്ടി കുഴിയെടുക്കുന്ന ജല അതോറിറ്റിയുടെ അലംഭാവമാണ് മിക്ക അപകടങ്ങൾക്കും കാരണമാകുന്നത്. പറക്കുന്നത് വടക്കന്തറ മനക്കൽത്തൊടി സുകന്യ നിവാസിൽ 65-കാരൻ സുധാകരനാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. വാട്ടർ അതോറിറ്റി കുഴിച്ച കുഴിയിൽ വീണാണ് അപകടം. 3 മാസമായി കുഴിമൂടി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ ആവശ്യപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ വാട്ടറിൻ്റെ ഒരു പൈപ്പ് കണക്ഷന് വേണ്ടി എടുത്ത കുഴിയാണ്. ഇത് മാസക്കണക്കായി പോരാ കിടക്കാം. മഴ പെയ്തപ്പോൾ കുറച്ചും കൂടി മണ്ണ് താഴേക്ക് പോയി. അപ്പോൾ ആ പാവ് രാത്രി ഇതിലെ പോകുമ്പോൾ വീണ് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി മഴ പെയ്തതോടെ കുഴി മൂടിയ മണ്ണ് അരയടിയോളം താഴ്ന്നിറങ്ങുകയായിരുന്നു.
ഇവിടെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. രാത്രിയിൽ സുധാകരൻ സഞ്ചരിച്ച സ്കൂട്ടർ അബദ്ധത്തിൽ കുഴിയിലിറങ്ങി നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു. ഇവിടെ നേരത്തെയും സമാന അപകടങ്ങളിൽ ആളുകൾക്ക് പരിക്കു പറ്റിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വേനൽ മഴ കനിഞ്ഞതോടെ ഒന്നാം വിള ഇറക്കാനൊരുങ്ങി കർഷകർ. മങ്കര പഞ്ചായത്തിലെ മാങ്കൂർശി അരയൻകുന്ന് പാടശേഖരത്തിലെ കർഷകരാണ് ഒന്നാം വിള ഇറക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതിനാൽ ഒന്നാം വിളയായി പൊടിവിത ഇറക്കുകയാണ് ഭൂരിഭാഗം കർഷകരും. കാലാവസ്ഥയെ വിശ്വസിക്കാൻ കഴിയാത്തതാണ് രണ്ടും കൽപ്പിച്ച് കൃഷി ഇറക്കാൻ കാരണം. കൃഷിഭവനിൽ നിന്നുള്ള വിത്ത് ഇതേവരെ ലഭിച്ചിട്ടില്ല. സബ്സിഡിയോടുള്ള നെൽവിത്ത് കൃഷിഭവനിൽ നിന്നും ലഭിക്കാൻ കാലതാമസം നേരിടുന്നതിനാൽ സ്വകാര്യ വ്യക്തികളിൽ നിന്നും ഉമവിത്തിന് അമിത വില നൽകിയാണ് വിത്ത് ശേഖരിച്ചതെന്ന് കർഷകർ പറയുന്നു. കൃഷി ഇറക്കുന്നതിനൊപ്പം തന്നെ കളനാശിനി കൂടി അടിക്കേണ്ടതിനാൽ വലിയ ചിലവ് വരുന്നുണ്ടെന്ന് സമിതി ഭാരവാഹികളായ കൃഷ്ണകുമാർ പറഞ്ഞു. നെൽപ്പാടങ്ങളിൽ ലോഡ് കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യം ഒഴുകിയെത്തിയത് കർഷകർക്ക് വലിയ തിരിച്ചടിയായതായും കർഷകർ പറഞ്ഞു. നെൽപ്പാടത്ത് കുമിഞ്ഞുകൂടിയ മാലിന്യം ശുചീകരിക്കാനായി മാത്രം 2 തൊഴിലാളികളെ നിർത്തേണ്ടി വന്നതായി കർഷകർ പരാതിപ്പെട്ടു. മാലിന്യം തള്ളുന്നതിനെതിരെ മങ്കര പഞ്ചായത്ത് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ പഞ്ചായത്തിന് പരാതി നൽകിയതായി കർഷകരായ ടി വി വിജു, കൃഷ്ണൻകുട്ടി, വാസുദേവൻ, കൃഷ്ണകുമാർ തുടങ്ങിയവർ പറഞ്ഞു. അരയൻകുന്ന് പാടശേഖരത്തിൽ ഒരു 5 ഏക്കർ പൊടിവിത വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ തുടങ്ങിയതാണ്. ഇന്ന് 2 ദിവസമായിട്ട് പൂട്ടി എല്ലാം റെഡിയാക്കി. പിന്നീട് ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ റോഡ് സൈഡിൽ കൊണ്ട് തള്ളിയിട്ട് മുഴുക്ക ഈ വെള്ളം വന്നിട്ട് അങ്ങനെ പാടങ്ങളിൽ എൻ്റെ പാടത്തും ബിജു, എൻ്റെ സുഹൃത്ത് ബിജുവിൻ്റെ പാടത്ത് വന്ന് നിറഞ്ഞിരിക്കുകയാണ്. അത് 2-3 ആൾക്കാർ വെച്ചിട്ട് പണിയെടുത്തിട്ടാണ് ഇതിനൊക്കെ ഒന്ന് പ്ലാസ്റ്റിക് മാലിന്യം മാറ്റിയിട്ട് ഇപ്പോൾ പൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പഞ്ചായത്ത് തലത്തിൽ എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തു തരണമെന്നാണ് പ്രസിഡന്റിനോട് അപേക്ഷിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മഴക്കാലം എത്തും മുൻപേ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ പരുതൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ ഉദ്ഘാടനം ചെയ്തു. മഴക്കാലം എത്തും മുൻപേ മാലിന്യമുക്തമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പരുതൂർ ഗ്രാമപഞ്ചായത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. 3 ദിവസങ്ങളിലായാണ് പ്രവർത്തനം. ശുചീകരണ പ്രവർത്തനങ്ങളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ നിർവഹിച്ചു. നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യങ്ങൾ ധാരാളമായി കൂടിയിട്ടുണ്ട്. അതെല്ലാം തന്നെ ഹരിത കർമ്മസേനയും തൊഴിലുറപ്പ് തൊഴിലാളികളും അതുപോലെ തന്നെ ആശാവർക്കർമാരും അംഗനവാടി ടീച്ചർമാരും പഞ്ചായത്ത് മെമ്പർമാരും പൊതുപ്രവർത്തകരും സാമൂഹ്യ രംഗത്തുള്ളവരൊക്കെ കൂടി ഇതെല്ലാം തന്നെ നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കുന്നത്. പൊതുജനം പൂർണ്ണമായും ഗ്രാമപഞ്ചായത്തിനോട് സഹകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിത ദാസ് അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബി എടമന, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വഹിദ ജലീൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ഹസൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മങ്കര ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ശുചീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് നിർവഹിച്ചു. മങ്കര പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പ്, തൊഴിലുറപ്പ്, ഹരിതകർമ്മസേന, ജനപ്രതിനിധികൾ എന്നിവരുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് 14 വാർഡുകളിലും ശുചീകരണം നടന്നത്. ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EP സുരേഷ് അധ്യക്ഷനായി. വാർഡംഗം MA അനിത, KR ലത, ADS സുനിത, ആശാവർക്കർമാരായ വിജയകുമാരി, കലാവതി എന്നിവർ സംസാരിച്ചു. പൊതുയിടങ്ങളിലെ പ്ലാസ്റ്റിക് ചപ്പുചവറുകൾ എന്നിവയാണ് പ്രധാനമായും ശുചീകരിച്ചത്. കഴിഞ്ഞ വർഷം ഇതിന്റെ 1ാം ഘട്ടവും 2ാം ഘട്ടവും വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ എല്ലാ പഞ്ചായത്തുകൾക്കും കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ബാക്കി മഴക്കാലത്തിന് പൂർവ്വമായി നടത്തുന്ന ഈ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് വളരെ മാലിന്യങ്ങൾ കുറവ് മാത്രമാണ് പൊതുസ്ഥലത്തായിട്ട് കാണുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മലമ്പുഴ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള വഴിയരികിൽ തള്ളിയ മാലിന്യങ്ങൾ ഏറെ നാളത്തെ പരാതിക്കൊടുവിൽ അധികൃതർ നീക്കം ചെയ്തു. കടുക്കാംകുന്നം റെയിൽവേ മേൽപ്പാലത്തിനരികിലെ പൊതുസ്ഥലത്ത് സാമൂഹ്യവിരുദ്ധർ നിക്ഷേപിച്ച മാലിന്യ കൂമ്പാരമാണ് അധികൃതർ നീക്കം ചെയ്തത്. കീറിയ വസ്ത്രങ്ങളും വീടുകളിലെയും കടകളിലെയും മാലിന്യങ്ങളുമാണ് വഴിയരികിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ഇറച്ചി മാലിന്യത്തിന്റെ ദുർഗന്ധം കാൽനടയാത്ര പോലും ദുസ്സഹമാക്കിയിരുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ശുചീകരണം നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ്, പൊതുപ്രവർത്തകൻ ജയജിത്ത് എന്നിവർ നേതൃത്വം നൽകി. മലമ്പുഴ ITI വിദ്യാർത്ഥികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ ശുചീകരണ പരിപാടിയിൽ പങ്കെടുത്തു. മന്തക്കാട് മുതൽ കടുക്കാംകുന്നം വരെയാണ് ശുചീകരണ പരിപാടി നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
തൃശൂരിൽ 5 വയസ്സുകാരന് മരുന്ന് മാറി നൽകിയെന്ന പരാതിയിൽ ഡെപ്യൂട്ടി ഡിഎംഒയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഫാർമസിസ്റ്റിനെതിരെയാണ് പരാതി. ഡോക്ടർ എഴുതി നൽകിയ മരുന്ന് ഫാർമസിസ്റ്റ് തെറ്റി നൽകിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കുട്ടിയുടെ പിതാവിന്റെ പരാതിയിലാണ് അന്വേഷണം. ഈ മാസം 3-ാം തീയതിയായിരുന്നു സംഭവം. മുണ്ടിനീരിനെ തുടർന്നാണ് വരന്തരപ്പള്ളി പൗണ്ടിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കുട്ടിയെ കൊണ്ട് കുടുംബം ചികിത്സയ്ക്കെത്തിയത്. അവിടെ നിന്നും ലഭിച്ച മരുന്ന് 5 ദിവസം കുട്ടി കഴിക്കുകയും ചെയ്തു. ഇതോടെ കുട്ടിയുടെ ആരോഗ്യനില വീണ്ടും വഷളായതിനെ തുടർന്ന് കാരിക്കുളം എസ്റ്റേറ്റിലെ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. അവിടെ വെച്ചാണ് കുട്ടി കഴിച്ചിരുന്ന മരുന്നും പ്രിസ്ക്രിപ്ഷനും തമ്മിൽ ഒത്തുനോക്കിയത്. ഇതോടെയാണ് കുട്ടി കഴിച്ചിരുന്നത് വേദനയുടെ ഗുളികയ്ക്ക് പകരം പ്രഷറിന്റെ ഗുളികയാണെന്ന് കണ്ടുപിടിച്ചത്. കടുത്ത തലവേദനയും ഛർദിയും ഉണ്ടായതോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടിക്ക് വിദഗ്ധ ചികിത്സ നൽകിയിരുന്നു. തുടർന്നാണ് പിതാവ് ഡിഎംഒയ്ക്കും മെഡിക്കൽ സൂപ്രണ്ടിനും പരാതി നൽകിയത്. അപ്പോൾ ഇതിനെ തുടർന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചോദിക്കേണ്ടായത് ഗുളിക കുട്ടിക്ക് ഇത്രയും അതായത് 4-5 വയസ്സായ എൻ്റെ കുട്ടിക്കാണ് വേദനയുടെ ഗുളികയ്ക്ക് പകരം അവർ തന്നത് ബിപിയുടെ ഗുളിക. അപ്പോൾ കുട്ടിക്ക് ഇത് കഴിച്ച് വല്ലതും സംഭവിക്കുകയാണെങ്കിലെന്ന് അവർ പോയി മെഡിസിനിൽ പോയി ചോദിച്ചപ്പോൾ ഫാർമസിയിൽ മരുന്ന് തന്ന ആളോട് പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഈ ആള് പറഞ്ഞത് ഈ ഗുളിക അവിടുന്ന് തന്ന ഗുളിക അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 4 ഗുളിക എനിക്ക് കിട്ടിയത് ഹോസ്പിറ്റലിൽ കിട്ടിയ ഗുളികയാണ്. അപ്പോൾ ഇതിനെതിരെ ഞാൻ അപ്പോൾ ഇവിടുത്തെ കലാരകുന്നത്തെ മെഡിക്കൽ ഓഫീസറിനും ഡിഎംഒക്കും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പരാതി അവർ സ്വീകരിച്ച് വേണ്ട നടപടികൾ എടുക്കണമെന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. ഈ പരാതിയെ തുടർന്നാണ് ഡെപ്യൂട്ടി ഡിഎംഒയുടെ നേതൃത്വത്തിൽ സംഭവം അന്വേഷിക്കാൻ ഡിഎംഒ നിർദ്ദേശിച്ചത്. അതേസമയം മാറി നൽകിയെന്ന് പറയുന്ന മരുന്ന് ആ സമയത്ത് വരന്തരപ്പള്ളി ആശുപത്രിയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ AKWRF 4ാം സംസ്ഥാന സമ്മേളനം ശനിയാഴ്ച പട്ടാമ്പിയിൽ നടക്കും. സംഘടനാ കാര്യങ്ങളും നിലവിലെ പ്രശ്നങ്ങളും ചർച്ച ചെയ്യും. സംസ്ഥാനം ഭിന്നശേഷി സൗഹൃദം എന്ന് പറയുമ്പോഴും അത് പേരിൽ മാത്രം ഒതുങ്ങിയതായി ഭാരവാഹികൾ പട്ടാമ്പിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ശാരീരിക ശേഷി കുറവുള്ളവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി 2016 സംസ്ഥാന തലത്തിൽ രൂപം കണ്ട സംഘടനയാണ് ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ സംഘടന. സംഘടനയുടെ 4ാമത് സംസ്ഥാന സമ്മേളനമാണ് മെയ് 18 ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ പട്ടാമ്പി റോയൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുക. സമ്മേളനം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. മുഹമ്മദ് മുഹസിൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി തുടങ്ങിയവർ പങ്കെടുക്കും. 14 ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 70 പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ ജന്മനാലും അപകടം മൂലം വീടിനകത്ത് കഴിയുന്ന ഭിന്നശേഷിക്കാരുടെ സംസ്ഥാന തലത്തിലുള്ളൊരു കൂട്ടായ്മയാണ് ഓൾ കേരള വീൽചെയർ റൈറ്റ് ഫെഡറേഷൻ. ഇത്തരം ആൾക്കാരുടെ വീൽചെയറിൽ ജീവിക്കുന്ന ആൾക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി 2016 രൂപം കൊണ്ട സംസ്ഥാന അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സംഘടനയാണ് ഓൾ കേരള വീൽചെയർ റൈറ്റ് ഫെഡറേഷൻ. ഈ സംഘടനയുടെ 4ാമത് സംസ്ഥാന സമ്മേളനമാണ് പട്ടാമ്പിയിൽ വെച്ചിട്ട് നാളെ നടക്കുന്നത്. 14 ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഉൾപ്പെടെ ആണ് ഈ മീറ്റ് നടത്തുന്നത്. സംഘടനയുടെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങളടക്കമുള്ള കാര്യങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ഉണ്ടായിരിക്കും. സംസ്ഥാനം ഭിന്നശേഷി സൗഹൃദമാണെന്ന് പറയുമ്പോഴും അത് പേരിന് മാത്രമേയുള്ളൂവെന്നും ഭാരവാഹികൾ ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി വാസുണ്ണി പട്ടാഴി, സിദ്ദിഖ് ആമയൂർ, സുലൈഖ, ഷാജി ആമയൂർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് ക്ലസ്റ്ററുകളിലെ കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പ് സർഗോത്സവം അരങ്ങ് 2024 മെയ് 22, 23 തീയതികളിൽ കുളപ്പുള്ളി KMIC ഓഡിറ്റോറിയം, ഷൊർണൂർ നഗരസഭാ കൗൺസിൽ ഹാൾ എന്നിവിടങ്ങളിലായി നടക്കും. കലോത്സവ നടത്തിപ്പിന്റെ ഭാഗമായി ഷൊർണൂർ നഗരസഭാ കൗൺസിൽ ഹാളിൽ സംഘാടക സമിതി യോഗം ചേർന്നു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഗംഗാധരൻ, വല്ലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ്, അനങ്ങനാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ചന്ദ്രൻ, വെള്ളിനേടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM പരമേശ്വരൻ തുടങ്ങിയവരും ഷൊർണൂർ നഗരസഭയിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും കൗൺസിലർമാരും പങ്കെടുത്തു. കുടുംബശ്രീയുടെ അരങ്ങ് ഇത്തവണ ബ്ലോക്ക് തലത്തിലുള്ള മത്സരങ്ങൾ നടക്കുന്നത് ഷൊർണൂർ നഗരസഭയിൽ വെച്ചാണ്. ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് ചേർന്നുകൊണ്ടാണ്
ഇവിടെ ഈ അരങ്ങ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഏതാണ്ട് 40-ലധികം വരുന്ന കലാമത്സരങ്ങളാണ് നടക്കുന്നത്. നഗരസഭയുടെ നേതൃത്വത്തിലുള്ളത് 21-നും ബ്ലോക്ക് തലങ്ങളിലുള്ളത് 22-നുമാണ് KMIC ഓഡിറ്റോറിയത്തിൽ കുളപ്പള്ളിയിൽ വെച്ചാണ് ചേരുന്നത്. അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ന് വിപുലമായിട്ടുള്ള ഒരു സംഘാടക സമിതി യോഗം ചേർന്നു. ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിലെ കുടുംബശ്രീ ചെയർപേഴ്സൺമാർ, CDS ഭരണസമിതി അംഗങ്ങൾ, ഷൊർണൂർ നഗരസഭാ സെക്രട്ടറി, CDS മെമ്പർ സെക്രട്ടറിമാർ, കുടുംബശ്രീ മിഷൻ സ്റ്റാഫുകൾ തുടങ്ങിയവരും യോഗത്തിന്റെ ഭാഗമായി. പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിന് വിവിധ കമ്മിറ്റികളും രൂപീകരിച്ചു. സർഗോത്സവത്തിന്റെ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ മെയ് 22-ാം തീയതിയും സ്റ്റേജിന് മത്സരങ്ങൾ 23-ാം തീയതിയും നടക്കും. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ അരങ്ങ് സർഗോത്സവം സംഘടിപ്പിച്ചു. കലാമണ്ഡലം അഭയ, മോഹിനിയാട്ടം കലാകാരി രഞ്ജുഷ എന്നിവർ സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഓങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു അയൽക്കൂട്ടാംഗങ്ങളുടെ സർഗോത്സവം സംഘടിപ്പിച്ചത്. ചടങ്ങിൽ പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് TP രജീഷ്, പ്രിയ പ്രശാന്ത്, K അശോകൻ, മാലതി, ഷിഹാബ്, CA ചെയർപേഴ്സൺ സുനിത, റഹ്മത്ത്, ഷേർലി എന്നിവർ സംസാരിച്ചു. തുടർന്ന് അയൽക്കൂട്ട അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. ന്യൂസ് ബ്യൂറോ, ടാബി. ചതുർത്ഥി ദേശമംഗലത്ത് ഇടിമിന്നലേറ്റ് കോളേജ് വിദ്യാർത്ഥിനിക്ക് പരിക്ക്. വയോധികയടക്കം കുടുംബത്തിലെ 2 പേർ രക്ഷപ്പെട്ടു. ദേശമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം താമസിക്കുന്ന വട്ടപ്പറമ്പിൽ സതീശന്റെ വീട്ടിലാണ് ശക്തമായ ഇടിമിന്നൽ മൂലം ഇലക്ട്രിക് സ്വിച്ച് ബോർഡുകൾ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രി കനത്ത മഴയ്ക്കൊപ്പമുണ്ടായ ഇടിമിന്നലിൽ അടുക്കള ഭാഗത്തേക്ക് തീഗോളം പോലെ വരികയും ഉഗ്രസ്ഫോടനത്തോടെ പൊട്ടിത്തെറിക്കുകയുമായിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞു. സ്ഫോടനത്തിൽ സതീശന്റെ മകൾ കോളേജ് വിദ്യാർത്ഥിനിയായ അനശ്വര ധരിച്ചിരുന്ന വസ്ത്രത്തിൽ തീപിടിക്കുകയും വലതുകാലിൽ പൊള്ളലേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സതീശന്റെ അമ്മ ജാനകി, ഭാര്യ സുബിത എന്നിവർ തീഗോളം വരുന്നത് കണ്ടതും മാറിയതോടെ ചെറിയ തോതിൽ പരിക്കുകൾ മാത്രമേ പറ്റിയുള്ളൂ. അപകടം സംഭവിക്കുമ്പോൾ ഇവർ 3 പേർ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇവർ ബഹളം വെച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ എത്തിയത്. 8:30 മണിയായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് മിന്നൽ വന്നപ്പോൾ ഞാൻ പുറമൊന്ന് പോയിട്ട് അകത്ത് പോയിട്ട് വാതിലടച്ചിട്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. കഴിച്ചുകൊണ്ടിരിക്കുന്നതിലിടയ്ക്ക് ഇപ്പോൾ മോള് പറഞ്ഞു ഞാൻ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകാൻ അമ്മ വേഗം ആയോ നല്ല മിന്നുന്നുണ്ട് പറഞ്ഞപ്പോൾ അവൾ ഞാൻ ഇപ്പോൾ വരാനും പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് കട്ടിലുമ്പോൾ കയറി ഇരുന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഇത് പൊട്ടിത്തെറിഞ്ഞു. പൊട്ടി ആകെ പുക മഴയായി അവിടെ. ഇടിമിന്നലിന്റെ ആഘാതത്തിൽ ഓടിട്ട വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വീട്ടിലെ ഇലക്ട്രിക് സ്വിച്ച് ബോർഡുകൾ പൊട്ടിത്തെറിച്ച് ചുമരുകളെല്ലാം പാടെ തകർന്ന നിലയിലാണ്. വീട്ടിലെ ഇലക്ട്രിക് സപ്ലൈ സംവിധാനം മുഴുവനായും തകരാറിലുമായി. വിവരമറിഞ്ഞ് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ P പുഷ്പജ വീട് സന്ദർശിക്കുകയും സഹായം ഉറപ്പു നൽകുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തരൂർ ഗെയിംസ് ഫെസ്റ്റ് 2024 മെയ് 19 മുതൽ ജൂൺ 2 വരെ നടക്കും. ഇതിന്റെ ഭാഗമായി പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിൽ സംഘാടക സമിതി യോഗം ചേർന്നു. പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന സംഘാടക സമിതി യോഗത്തിൽ തരൂർ MLA PP സുമോദ്, പഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി, വൈസ് പ്രസിഡന്റ് EP പൗലോസ് മാസ്റ്റർ, പഞ്ചായത്ത് അംഗങ്ങളായ രാജകൃഷ്ണൻ, ER രാമദാസ്, MK കമലം, പ്രമോദ്, പ്രദോഷ്, പഞ്ചായത്ത് സെക്രട്ടറി ഹരിമോഹൻ, ഉണ്ണികൃഷ്ണൻ, മറ്റു ഉദ്യോഗസ്ഥർ, വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മെയ് 19 കണ്ണമ്പ്ര സ്റ്റേഡിയത്തിലും മെയ് 25, 26 തീയതികളിൽ ഫുട്ബോൾ മത്സരം പെരിങ്ങോട്ടുകുറിശി ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലും ജൂൺ 2 ക്രിക്കറ്റ് മത്സരം വടക്കഞ്ചേരി പഞ്ചായത്ത് ഗ്രൗണ്ടിലുമാണ് നടക്കുക. ന്യൂസ് ബ്യൂറോ, കോട്ടായി.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 2025 നടക്കേണ്ട തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർഡ് പുനർനിർണയത്തിന് ആലോചന. ജനസംഖ്യ ആനുപാതികമായി ഓരോ വാർഡ് കൂടി സൃഷ്ടിക്കാനാണ് തീരുമാനം. ഇതിനായി 20 പ്രത്യേക മന്ത്രിസഭ ചേർന്ന് ഓർഡിനൻസ് കൊണ്ടുവരുന്ന കാര്യമാണ് പരിഗണനയിലുള്ളത്. ഗ്രാമപഞ്ചായത്തുകളിൽ 1000 പേർക്ക് ഒരു വാർഡെന്ന രീതിയിലാണ് ഇപ്പോഴത്തെ വിഭജനം. ചെറിയ ഗ്രാമപഞ്ചായത്തുകളിൽ ചുരുങ്ങിയത് 13 വാർഡും വലിയ പഞ്ചായത്തുകളിൽ 23 വാർഡുകളുമാണുള്ളത്. പുനർനിർണയത്തോടെ 14 മുതൽ 24 വരെയായി വാർഡുകളുടെ എണ്ണം ഉയരും. സംസ്ഥാനത്താകെ 941 ഗ്രാമപഞ്ചായത്തുകളിലായി 15,692 വാർഡുകളും 87 മുനിസിപ്പാലിറ്റികളിൽ 3078 വാർഡുകളും 6 കോർപ്പറേഷനുകളിലായി 414 വാർഡുകളുമാണ് ഇപ്പോഴുള്ളത്. നിലവിൽ 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി 21,865 ജനപ്രതിനിധികളുമുണ്ട്. വാർഡ് വിഭജനത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 1200 തദ്ദേശ പ്രതിനിധികൾ കൂടി അധികമായി വരും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2019 ജനുവരിയിൽ വാർഡ് വിഭജനത്തിനായി സർക്കാർ ഓർഡിനൻസ് ഇറക്കിയിരുന്നെങ്കിലും ഗവർണർ ഒപ്പിട്ടിരുന്നില്ല. 2020 ഫെബ്രുവരിയിൽ നിയമസഭ പാസാക്കിയ ബില്ലിൽ ഗവർണർ ഒപ്പുവെച്ചെങ്കിലും കോവിഡിനിടെ വാർഡ് വിഭജനം അസാധ്യമായി. ജനസംഖ്യ പരിഗണിച്ചാവണം തദ്ദേശ ജനപ്രതിനിധികളുടെ എണ്ണം നിശ്ചയിക്കേണ്ടതെന്ന പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ ആക്ടിലെ വ്യവസ്ഥയാണ് വാർഡ് വിഭജനത്തിന് തയ്യാറാകുന്നതിൻ്റെ കാരണമായി സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം നേരിയ മാർജിനിൽ ഭരണം നഷ്ടമായ തദ്ദേശ സ്ഥാപനങ്ങളിൽ വിജയം ഉറപ്പാക്കും വിധമായിരിക്കും പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കുകയെന്ന ആരോപണം ഇതിനിടെ ശക്തമായിട്ടുണ്ട്. നടപടികൾ സങ്കീർണവും അധിക സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്നതുമാണെന്ന പരാതികളും ഉയരുന്നുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 4 മുതിർന്ന IASകാരും അംഗങ്ങളായ സമിതിക്കായിരിക്കും വാർഡ് പുനർനിർണയത്തിൻ്റെ ചുമതല. അടുത്ത വർഷം ഡിസംബറിലായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഉത്സവപ്പറമ്പുകളിലും ആഘോഷ പരിപാടികളിലും ചെണ്ടയിൽ താളമിട്ട് ആടിത്തിമിർക്കുകയാണ് തൃശൂർ പെരിഞ്ഞനത്തെ ശിങ്കാരിമേള പെൺപടക്കൂട്ടം. അതും ബന്ധുക്കൾ മാത്രമടങ്ങുന്ന 19 പേർ. കേരളത്തിനകത്തും പുറത്തും നിരവധി വേദികൾ ഇതിനോടകം കീഴടക്കിയതോടെ സമൂഹ മാധ്യമങ്ങളിലും ഈ പെൺകൂട്ടം ഇപ്പോൾ വൈറലാണ്. കുടുംബക്ഷേത്രം കൂടിയായ പെരിഞ്ഞനം കിഴക്കേടത്ത് കളപ്പുരയ്ക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ പരിപാടികളിൽ തിരുവാതിരക്കളിയും കൈകൊട്ടിക്കളിയും മറ്റ് നൃത്ത ഇനങ്ങളുമായി അരങ്ങുവാണിരുന്നവരാണ് ഈ വനിതാ കൂട്ടായ്മ. ആസ്വാദക പ്രശംസ പിടിച്ചുപറ്റുന്ന വ്യത്യസ്തമായൊരു കലാരൂപം ഇനി അവതരിപ്പിക്കണമെന്ന ചിന്തയാണ് മേളം പഠിക്കണമെന്ന തീരുമാനത്തിലേക്ക് ഇവരെ നയിച്ചത്. അംഗങ്ങളിൽ ഭൂരിഭാഗവും ജോലിക്കാരായതിനാലാണ് എളുപ്പം സ്വായത്തമാക്കാവുന്ന ശിങ്കാരിമേളത്തിൽ ഒരു കൈ പരീക്ഷിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. മതിലകത്തെ ദേവാ ബ്രദേഴ്സിലെ 3 ആശാന്മാരുടെ കീഴിൽ പരിശീലനവും തുടങ്ങി. 10ാം ക്ലാസ്സുകാരി മുതൽ 50 വയസ്സുകാരി വരെയുള്ള കുടുംബാംഗങ്ങളായ 19 പേർ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് മേളത്തിൻ്റെ ബാലപാഠങ്ങൾ 6 മാസത്തിനുള്ളിൽ സ്വായത്തമാക്കുകയും ചെയ്തു. വനിതകൾ അംഗങ്ങളായ ശിങ്കാരിമേള സംഘങ്ങൾ പുതുമയല്ലെങ്കിലും ബന്ധുക്കളും സ്വന്തക്കാരുമായവർ ചെണ്ടയും കോലുമെടുത്ത് ഒരേ താളത്തിൽ നൃത്തച്ചുവടുകൾ വെച്ച് മേള പെരുമഴയൊരുക്കിയപ്പോൾ ആസ്വാദകരുടെ ക്യാമറ കണ്ണുകൾ അത് വൈറലാക്കി. ശ്രീപതി കളപ്പുര എന്ന പേരും ഇതിനിടയിൽ കൂട്ടായ്മയ്ക്ക് വന്നു ചേർന്നു. വേദികളിൽ നിന്ന് വേദികളിലേക്ക് ശ്രീപതിയുടെ മേളം ഒഴുകുന്നതിനിടെ DJക്കൊപ്പം മേളം പരീക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഈ പെൺകൂട്ടം. അപ്പോൾ കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ തിരുവാതിര കൈകൊട്ടിക്കളി എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലായിടത്തും ഒരു കോമൺ ആയിട്ടുള്ള ഒരു കലാരൂപമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയതായിട്ട് എന്തൊരു കല കൊണ്ടുവരാം എന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് എന്തുകൊണ്ട് നമുക്ക് ചെണ്ടമേളം കൊണ്ടുവന്നുകൂടാ എന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ചെണ്ടമേളം എന്ന് പറയുമ്പോൾ 2 രീതിയിലുണ്ട്. അതായത് ദേവമേളമുണ്ട്, ശിങ്കാരിമേളമുണ്ട്. അപ്പോൾ ദേവമേളത്തിന് ഒരുപാട് പരിശീലനം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തുകൊണ്ട് ശിങ്കാരിമേളം എടുത്തുകൂടാ എന്ന് ഞങ്ങൾ അംഗങ്ങളിൽ എല്ലാവരും കൂടി തന്നെ ആലോചിച്ച് അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ശിങ്കാരിമേളം എന്ന് പറയുന്ന കലാരൂപത്തിലേക്ക് വന്നത്.
ഇതിൽ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വനിതകളാണ് അതിനകത്ത് ട്യൂണർമാരായിട്ട് വരുന്നത്. ചെറിയ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മുതൽ ഒരു ഏകദേശം ഒരു 50 വയസ്സ് പ്രായം വരെയുള്ള അംഗങ്ങളാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളത്. അതും വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലുള്ള, അതായത് പാപ്പന്മാരുടെ ഭാര്യമാർ, ജ്യേഷ്ഠാനുജന്മാരുടെ ഭാര്യമാർ, മക്കള്, അങ്ങനെ ഇറങ്ങുന്ന ഒരു ബന്ധുക്കളുടെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ചില വേദികളിൽ തുടർച്ചയായി മണിക്കൂറുകൾ നീണ്ട പ്രകടനം കാഴ്ചവെച്ച് കയ്യടി നേടുമ്പോഴും നിറഞ്ഞ പുഞ്ചിരിയും തളരാത്ത മനസ്സും കൊണ്ട് കാണികളെ ആവേശഭരിതരാക്കുകയാണ് പെരിഞ്ഞനത്തിൻ്റെ സ്വന്തം ടീം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാഞ്ഞാൽ തോട്ടത്തിൽ മനയിൽ 12 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാകിരാത രുദ്രയജ്ഞത്തിന്റെ 11ാം ദിനത്തിൽ വിവിധ പൂജകൾ നടന്നു. രാവിലെയും വൈകുന്നേരം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വേട്ടേക്കറിന്റെ എഴുന്നള്ളിപ്പ് നടന്നു. മഹാകിരാത രുദ്രയജ്ഞത്തിന്റെ 11ാം ദിനത്തിൽ രാവിലെ പ്രത്യക്ഷ മഹാഗണപതി ഹോമത്തിനും ഉഷപൂജയ്ക്കും ശേഷം മഹാകിരാത രുദ്രഹോമം പൂർണ്ണാഹൂതി നടന്നു. ഉച്ചപൂജയ്ക്കു ശേഷം 5 ഗജവീരന്മാരുടെയും മേളത്തിന്റെയും അകമ്പടിയോടുകൂടി വേട്ടേക്കാരന്റെ എഴുന്നള്ളത്ത് നടന്നു. വേട്ടേക്കാരന്റെ ഉച്ചപ്പാട്ടിനു ശേഷം പ്രസാദഊട്ടും നടന്നു. ഉച്ചയ്ക്ക് ശേഷം പാറമേക്കാവ് ജയശങ്കർ, രാജഗോപാലൻ, നിതിൻ മംഗലത്ത് എന്നിവർ അവതരിപ്പിച്ച ഡബിൾ തായമ്പക അരങ്ങേറി. കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, സഹസ്രദീപക്കാഴ്ച, ദീപാരാധന, അത്താഴപൂജ എന്നിവയ്ക്കു ശേഷം വേട്ടക്കാരന്റെ മുല്ലക്കൽ പാട്ടും അരങ്ങേറി. രാത്രി 7 മണിക്ക് 5 ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടുകൂടി വേട്ടക്കാരന്റെ എഴുന്നള്ളത്തും നടന്നു. എഴുന്നള്ളത്തിലെ പഞ്ചവാദ്യ പ്രമാണത്തിന് സർവശ്രീ ചോറ്റാനിക്കര വിജയന്മാരാർ, ചെറുപ്പുളശ്രീ ശിവൻ, തിരുവാലത്തൂർ ശിവന്മാരാർ, ഓടക്കാലി മുരളി, ചേലക്കര സൂര്യൻ എന്നിവർ നേതൃത്വം നൽകി. ശേഷം കളംപൂജ, കളംപാട്ട്, നാളികേരമേറ്, കളംമാക്കൽ തുടങ്ങിയവയും നടന്നു. ചടങ്ങിൽ BJP സംസ്ഥാന സെക്രട്ടറി നാഗേഷ് പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃത്താല കൂടലൂരിലെ 40ഓളം കുടുംബങ്ങൾ CPM വിട്ട് CPIയിലേക്ക്. CPM കൂടലൂർ ലോക്കൽ കമ്മിറ്റിയും അതിന് നേതൃത്വം നൽകുന്ന ചില സങ്കുചിത മനസ്സുള്ള നേതാക്കളും നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് പാർട്ടി വിട്ടവർ. സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിനെതിരെ CPMന്റെ വിവിധ കമ്മിറ്റികൾക്ക് തങ്ങൾ പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്നും പാർട്ടി വിട്ടവർ. ഷൊർണൂരിൽ വൻ കവർച്ച. മാരിയമ്മൻ ക്ഷേത്രത്തിന് സമീപം അജിത്തിന്റെ വീട്ടിൽ നിന്നും മോഷണം പോയത് 16.5 പവൻ സ്വർണവും 10,000 രൂപയും. ഷൊർണൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒറ്റപ്പാലം നഗരസഭയിൽ അമൃത് പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടാനായി പൊളിച്ച റോഡുകൾ ജൂൺ 1 പൂർവ്വസ്ഥിതിയിലാക്കാൻ തീരുമാനം കൈക്കൊണ്ടത് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിൽ. അമൃത് പദ്ധതി പ്രകാരം 10.48 കോടി രൂപ ചെലവിട്ടാണ് പ്രവൃത്തി. ജല അതോറിറ്റിയുടെ അനാസ്ഥ. റോഡിലെ കുഴിയിൽ വീണുള്ള മരണത്തിന് ജില്ലയിൽ ഒരു ഇര കൂടി. ജല അതോറിറ്റിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. വേനൽമഴ കഴിഞ്ഞതോടെ 1ാം വിളയിറക്കാനൊരുങ്ങി മങ്കര പഞ്ചായത്തിലെ മാങ്കുറിശി അരയൻകുന്ന് പാടശേഖരത്തിലെ കർഷകർ. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ. തൃശൂരിൽ 5 വയസ്സുകാരന് മരുന്ന് മാറി നൽകിയെന്ന പരാതിയിൽ ഡെപ്യൂട്ടി DMOയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. പരാതി വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഫാർമസിസ്റ്റിനെതിരെ. അന്വേഷണം കുട്ടിയുടെ പിതാവ് നൽകിയ പരാതിയിന്മേൽ. സംസ്ഥാനം ഭിന്നശേഷി സൗഹൃദം എന്ന് പറയുമ്പോഴും അത് പേരിൽ മാത്രം ഒതുങ്ങിയതായി ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ. വീൽചെയറുകളിലും കട്ടിലുകളിലുമായി ജീവിതം തളയ്ക്കപ്പെട്ട 10,000-കണക്കിന് ആളുകളുടെ ഉന്നമനമാണ് ലക്ഷ്യമെന്ന് AKWRF. സംഘടനയുടെ 4ാം സംസ്ഥാന സമ്മേളനം ശനിയാഴ്ച പട്ടാമ്പിയിൽ നടക്കും. സംഘടനാ കാര്യങ്ങളും നിലവിലെ പ്രശ്നങ്ങളും സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് ഭാരവാഹികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.